അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീനാ കല്ലത്ത് ഹീലത്തുനാ ദിരികനാ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു തന്റെ പുതിയ പർണശാലയിൽ വെറും ആരാധന നിരതനായി കഴിഞ്ഞുകൂടുന്നതിന് പകരം ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സ്നേഹത്തിന്റെ, അതുപോലെ സഹായ ഹസ്തങ്ങളുടെ, പ്രശ്ന പരിഹാരത്തിന്റെ ഏറ്റവും വലിയ നിദർശനമായി കൊണ്ടാണ് ജീവിക്കുന്നത്. സർവ്വവിഭാഗം ആളുകൾക്കും ഹാജയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് നന്മ മാത്രമേ ജനങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഹാജ റളിയല്ലാഹു അൻഹുവിനെ എന്ത് വില കൊടുത്തും നാട്ടിൽ നിന്ന് അടിയോടിക്കാനും പുറത്താക്കാനും വേണ്ടി രാജാവ് ശപഥം ചെയ്ത സമയത്ത് തൻ്റെ കൊട്ടാര കാവൽക്കാരിൽപ്പെട്ട, തൻ്റെ ഭൃത്യന്മാരിൽപ്പെട്ട വളരെ പ്രമുഖരായ 2-3 ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. ഇത് ഹാജിയെ കൂടുതൽ ഉറക്കം കെടുത്തി. അപ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ഇവരെ വളരെ ശക്തമായി ദ്രോഹിക്കുകയും മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിയുകയും മഹാനവറുകള് വല്ലാതെ പ്രയാസപ്പെട്ടെങ്കിലും നിങ്ങളെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക, അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ സമയത്ത് തന്നെ ഹാജിയുടെ ഒരു ശിഷ്യയിൽപ്പെട്ട റോഷൻ അലി, അദ്ദേഹത്തിന് പെട്ടെന്ന് അല്പം പാല് ആവശ്യമായി വരികയും അങ്ങനെ പാൽ അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് രാജകൊട്ടാരത്തിലേക്ക് പാൽപാത്രവുമായി പോകുന്ന നാടോടി സ്ത്രീകളെ കണ്ടത്. അവരോട് പാൽ അന്വേഷിച്ചപ്പോ ഒരു സ്ത്രീ ഓടി വന്ന് തൻ്റെ പാല് ഇറക്കി വെച്ചു, തലയിൽ നിന്ന് ഇറക്കി വെച്ചു. റോഷൻ അലി പാല് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി തന്റെ ചൂണ്ടുവിരലിൽ അതിലൊന്ന് തട്ടിച്ച് നാവിൽ വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് ഭയങ്കര ബഹളമായി, പ്രശ്നമായി. ഇയാൾ പാലിൽ കൈയിട്ടുകൊണ്ട് പാല് മലിനമാക്കുകയും മ്ലേച്ഛമാക്കുകയും ചെയ്ത വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് ആ പെണ്ണ് വിളിച്ചു പറയുകയും ജനം ഓടിക്കൂടുകയും അതോടുകൂടി അദ്ദേഹത്തെ ശക്തമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും തുടങ്ങി. എന്ന് മാത്രമല്ല, അയാളെ വെറുതെ വിടാൻ പറ്റില്ല. കുതിരപ്പുറത്ത് പട്ടാളക്കാരെത്തി റോഷൻ അലിയെ പൊക്കിയെടുത്തു രാജകൊട്ടാരത്തിൽ എത്തിച്ചു. രാജാവിന്റെ മുമ്പിൽ താഴ്ന്ന ശബ്ദത്തോടു കൂടി റോഷൻ അലി കൈകൂപ്പി പറഞ്ഞു നോക്കി, അബദ്ധത്തിൽ സംഭവിച്ചതാണ്, ക്ഷമിക്കണമെന്ന്. പക്ഷേ ഒരു നിലക്കും രാജാവ് വിട്ടില്ലെന്ന് മാത്രമല്ല, അയാള് തൊണ്ടയിടറിക്കൊണ്ട് വളരെ കോപാന്തനായിക്കൊണ്ട് വളരെ ശക്തമായി ശാസിക്കുകയും ശകാരിക്കുകയും ചെയ്തെന്ന് മാത്രമല്ല, ഒരു നിലക്കും വെറുതെ വിടാൻ പറ്റില്ല. ഈ ഫക്കീറിന്റെ, ഈ മുസ്ലിം ഫക്കീറിന്റെ കൈവിരൽ ഉടനെ തന്നെ മുറിച്ചു കളയണമെന്ന് പ്രഖ്യാപിക്കുകയാണ്. കൈവിരൽ മുറിച്ച് ഖാജ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നിട്ടുള്ള റോഷൻ അലിയെ കണ്ടപ്പോൾ ഖാജ റളിയല്ലാഹു അൻഹു വീണ്ടും വളരെ പ്രയാസമായി. തൻ്റെ ശിഷ്യന്മാർ, അനുയായികൾ വളരെ കൂടുതൽ പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഖാജ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പ്രയാസപ്പെടുത്തി. ആ സമയത്താണ് മഹാനവറുകൾ പ്രഖ്യാപിക്കുന്നത്, ഒരിക്കലും പ്രയാസപ്പെടേണ്ട മോനെ, അള്ളാഹു നമ്മെ തളർത്തുകയില്ല, വിരൽ മറവ് ചെയ്യും. രാജാവിനെ പിടികൂടാൻ ഒരു മുസ്ലിം സുൽത്താൻ വരുന്നുണ്ട്. ആ സുൽത്താന് നാം രാജാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഹുങ്ക് നിറഞ്ഞ ഭരണം അസ്തമിക്കും. അജ്മീറാകെ മുസ്ലിം ഭരണത്തിന് കീഴിൽ വരും എന്നുള്ള പ്രഖ്യാപനം ആ സമയത്താണ് മഹാനായ ഖാജ തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഖാജ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് അറിയുമ്പോൾ തന്നെ വലിയ ചർച്ച വരികയാണ്. വീണ്ടും പൃഥ്വിരാജ് ചൗഹാൻ രാജസദസ് കൂടിക്കൊണ്ട്, എല്ലാവരെയും ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയ ചർച്ച നടത്തുകയാണ്. ആ ചർച്ച നടത്തുമ്പോഴാണ് തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് രാജാവിനോട് പറയുന്നു,
നിങ്ങൾ എന്തിനാണ് ആ മുസ്ലിം ഫക്കീറിനെ വെറുതെ ശല്യപ്പെടുത്തുന്നത്? അയാൾ ശാന്തനാണ്, അയാൾ സൗമ്യനാണ്, സൽസ്വഭാവിയാണ്. നമ്മ ഒരു തവണ പോലും അയാൾ എതിർക്കുകയോ ആക്രമിക്കുകയോ ഗർവായി സംസാരിക്കുകയോ ശൗര്യവാക്കുകൾ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിന് ആ മുസ്ലിം ഫക്കീറിനോട് ഈർഷ്യത പുലർത്തണം? എന്തിനാം അയാളുടെ കാര്യത്തിൽ സങ്കടപ്പെടുന്നു? കാരണം അയാൾ നന്മ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ആ പ്രായം ചെന്ന രാജാവിന്റെ ഏറ്റവും അടുപ്പക്കാരനായ ആ മനുഷ്യൻ അവിടെ നിന്ന് ശക്തമായി തന്നെ പറയുകയുണ്ടായി. ആ സമയത്ത് രാജാവ് ഇത് ചെവിക്കൊള്ളാനോ മുഖവിലക്കെടുക്കാനോ തയ്യാറായില്ല. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നു, തങ്ങളുടെ അമ്മയെ താം ഓർക്കണം, മറക്കരുത്. മാതാവ് നൽകിയ സന്ദേശങ്ങൾ വിസ്മരിച്ച് ഫക്കീറിനെ ദ്രോഹിക്കരുത്, വിഷമിക്കരുത്. അദ്ദേഹത്തിന് എന്തോ ദൈവിക പ്രീതി ലഭിച്ച വിശുദ്ധ മനുഷ്യനാണ് ആ മനുഷ്യൻ. അങ്ങയുടെ അമ്മ അന്ന് പറഞ്ഞിരുന്നത്, ആ വിശുദ്ധ മനുഷ്യൻ വരുമ്പോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നല്ലേ. അതുകൊണ്ട് അങ്ങയുടെ അമ്മയെ നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുതെന്ന് ആ വൃദ്ധൻ ആ രാജ്യസദസ്സിൽ വെച്ചുകൊണ്ട് വളരെ ശക്തമായി തന്നെ രാജാവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. കേട്ടവരിൽ അന്താളിപ്പ്. അവര് തീപ്പാറുന്ന കണ്ണുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഹൃദയങ്ങൾ നെഞ്ചിടിപ്പ് കൂടുകയാണ്. പക്ഷേ നന്മ നിറഞ്ഞ ഉണർത്തലുകൾ ശ്രദ്ധിച്ചിട്ടും രാജാവിന് യാതൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിന്റെ ഇരുമ്പ് പോലെ കടുത്തുപോയ ആ മനസ്സിന് യാതൊരു ചാഞ്ചാട്ടവുമില്ല, യാതൊരു മാറ്റവുമില്ല. അയാളുടെ അതിശക്തമായ ഓർഡർ പിന്നെയും വരികയാണ്. മുസ്ലിം ഫക്കീറിനെ വധിക്കണം. ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനി. പ്രമാണി സദസ് അവിടെ വെച്ചുകൊണ്ട് അത് പിരിഞ്ഞെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ രാജാവ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. 3 ദിവസത്തെ ഇട നൽകുന്നു. 3 ദിവസം കൊണ്ട് നാട് വിട്ടിട്ടില്ലെങ്കിൽ രാജാവിനെ ശരിപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം മഹാനായ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ പട്ടാളക്കാർ ചെന്ന് പറയുകയും രാജാവ് അന്ത്യശാസനം നൽകിയിട്ടുള്ളത് ഖാജ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയപ്പോഴാണ് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു ഒരു മുസ്ലിം രാജാവിനെ ഏൽപ്പിച്ച കാര്യം ഓർമ്മപ്പെടുത്തുന്നതും. എന്ന് മാത്രമല്ല, 3 ദിവസത്തിനിടക്ക് നിന്നെ ഞാൻ ശരിപ്പെടുത്തുമെന്ന് രാജാവ് പ്രഖ്യാപിച്ചപ്പോൾ ആരെയാണ് ശരിപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം എന്ന് ഖാജ റളിയല്ലാഹു അൻഹു അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ 3 ദിവസത്തിനിടക്കാണ് അവിടെ വെച്ചുകൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ ആക്രമിക്കപ്പെടുന്നതും വളരെ ദയനീയമായിട്ട് സുൽത്താനെ കൊണ്ട് വധിക്കപ്പെടുന്നതും ശിഹാബുദ്ദീൻ ഘോറി വിജയശ്രീ ലാളിതനായിക്കൊണ്ട് അദ്ദേഹം ഖാജ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നതും. നേരത്തെ ശിഹാബുദ്ദീൻ ഘോറിക്ക് ഖാജ റളിയല്ലാഹു അൻഹു യാതൊരു പരിചയമില്ല. യുദ്ധത്തിൽ വിജയശ്രീ ലാളിതനായിക്കൊണ്ട് അദ്ദേഹം വിശ്രമിക്കുമ്പോഴാണ് ആരോ അദ്ദേഹത്തോട് പറയുന്നത്, ഈ നാട്ടിൽ വളരെ വിശുദ്ധനായ ഒരു നല്ല മനുഷ്യനുണ്ട്. അയാൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും എന്നാൽ പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തെ വളരെ ശക്തമായി എതിർക്കുകയും പരാജയപ്പെടുത്താനുള്ള എല്ലാവിധ കരുനീക്കങ്ങളും നടത്തിക്കൊണ്ട് അവസാനം ആ വിശുദ്ധ മനുഷ്യന്റെ മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന് ശിഹാബുദ്ദീൻ ഘോറിയോട് ആരോ പറഞ്ഞപ്പോഴാണ് ഘോറി ഖാജയെ കാണാൻ വരുന്നത്. എന്നിട്ടെന്താണ് സംഭവിച്ചത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അള്ളാഹു ഹാജിയുടെ മദതും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.